ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഒന്ന് പോവാട്ടോ. ഫാമിലി എല്ലാവരും ഉണ്ട്. ആഷിക്കുട്ടനുണ്ട്. ആഷിക്കുട്ടന് പനിയായിരുന്നു പക്ഷെ മാറി കേട്ടോ. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൽ വരെ പോകും. കാരണം അടുത്ത മാസം ഒരു 4-ാം തീയതിയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഉത്സവം ആരംഭിക്കും. വൈശാഖ മഹോത്സവം ആരംഭിക്കുകയാണ്. അപ്പം മിക്കവാറും നമ്മൾ ഞായറാഴ്ചകളിൽ വൈകുന്നേരം അല്ലേ അവിടെ പോക്കുണ്ട്. അപ്പം ഇന്ന് ഒന്ന് അവിടം വരെ പോയി നോക്കാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. കടകളൊക്കെ ആയോ അല്ലേ? കടേൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 3-5-8-9 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊട്ടിയൂർ അമ്പലമായി. ആഷിക്കുട്ടന് ഇപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. മാറി കേട്ടോ, പനി മാറി. ഇപ്പോൾ ചെറിയൊരു ക്ഷീണം. ഇപ്പോൾ ഉറങ്ങി എണീറ്റ് കുളിപ്പിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ ആഷിക്കുട്ട? അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പം എല്ലാവർക്കും ഒരു കാര്യം പറയാൻ പറ്റേ, എല്ലാവർക്കും ഒരു മിനി ഈ വീഡിയോയിലേക്ക്, ഈ ഒരു ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറങ്ങുന്നില്ല പാപ്പി? പാപ്പി എന്തത്? ഇത് ഉറുവയോ? ഇതെന്ത് ഉറുവയോ? ഇത് നല്ല ചിരിയാ. ഒന്ന് ചിച്ച കാണട്ടെ. നിങ്ങളിപ്പോ വരുന്നാരാ? ആണോ? നിങ്ങൾ ഞങ്ങളുടെ തൊട്ട് പുറകെ ഇവിടുന്ന് ഇറങ്ങി വന്ന ഇപ്പൊ? എന്നിട്ട് ഇനി എന്നാ പരിപാടി? ആണോ? നീരോസിൽ പോയിക്കാ കൊട്ടിയൂർ കഫേ അവിടെ പമ്പിന്റെ അടുത്താ നെയ്യാറിയാ? അതെപ്പോഴും ഉണ്ടാവല്ലോ. ഞങ്ങളെ ഇപ്പൊ വേണ്ടേ? ആയിക്കോട്ടെ. അങ്ങനെ അവര് പോയി. നമ്മുടെ ബന്ധുക്കാരാണ് കേട്ടോ. എന്ന് പറഞ്ഞു കൊടുത്തല്ലേ ആരാണ്? അമ്മേന്റെ അനിയത്തിന്റെ മോളും ഭർത്താവും. അങ്ങനെ അവര് പോയി. ഹായ്, അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂര് അമ്പലത്തിലെത്തി കേട്ടോ. അവിടുന്ന് വരാൻ ഭയങ്കര പാടായിരുന്നു അല്ലേ? കാരണം മഴ ഇറങ്ങിയ മഴ തുടങ്ങി. പക്ഷെ ഇവിടെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ശക്തമായ മഴയാണ്. ഇപ്പൊ നമ്മുടെ ബന്ധുക്കാരൊക്കെ വന്നു പോയി, നിങ്ങൾ കണ്ടല്ലോ. ആകസ്മികമായിട്ടാണ് അവരെ കാണാൻ പറ്റിയത്. നീ പോയി തൊഴുതിട്ട് വരാം. നല്ല മഴയാ. ഇപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല, വൈഫ് മാത്രമേ പോന്നുള്ളൂ. ഞാനും ആഷിക്കുട്ടനും ഇവിടെ ഇരിക്കട്ടോ. വാച്ച നീ പോട്ടോ. നീ പോയിട്ട് വരെ അതൊക്കെ പോയാ മതി. അമ്മ വന്നില്ലല്ലോ ആഷിക്കുട്ട. അയ്യോ ചുമ. വരുന്നുണ്ട്. വാ ഇങ്ങോട്ട് വാ. മഴ ആയതുകൊണ്ടായിരിക്കും. തൊട്ടോട് കാശിക്ക് തൊട്ടോട്. ഉണ്ണിയപ്പം വാങ്ങിച്ചില്ലേന്ന് എനിക്ക് കേട്ടോ. മൊത്തത്തിൽ പെട്ടു കേട്ടോ. നമ്മളിപ്പം നല്ല മഴ പുറത്ത്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്തൊരു വല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള കേട്ടോ. മൊത്തത്തിൽ മഴയാണ്. അവിടെ ഇവിടെയൊക്കെ കടയും കാര്യങ്ങളൊക്കെ. ഉത്സവ സമയത്തൊക്കെ ആ കാണുന്ന ഗ്രൗണ്ടിലാണ് കേട്ടോ വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ.
ഈ കാണുന്ന ഈ കാടിന്റെ അപ്പുറത്താണ് നമ്മുടെ ഉത്സവ സമയത്തുള്ള ഉത്സവം നടക്കുന്ന സ്ഥലം. ആ കാണുന്ന ബസ് നമ്മുടെ കൽപ്പക ബസ്സാട്ടോ. അത് നമുക്ക് കോട്ടയത്തേക്ക്, എറണാകുളം കോട്ടയം പോകുന്ന ബസ്സാണ്. അപ്പം അതവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ നിന്നാണ് ഇത് പുറപ്പെടുക, കൊട്ടിയൂർ അമ്പലത്തിന്റെ അടുത്തുനിന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു കൊട്ടിയൂരിലേക്ക്. പക്ഷെ പെട്ടെന്നുണ്ടായ ഈ മഴ കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഇന്ന് നിർത്തുകയാണ്. വേറെ ദിവസം വന്നിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.